ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു പ്രധാനപ്പെട്ട വിവരം പറയാനുണ്ട്. റേഷൻ സംബന്ധമായിട്ടാണ്. നാളെ മുതൽ സൗജന്യ റേഷൻ വിതരണം ആരംഭിക്കുകയാണ്. ഒരു വ്യക്തിക്ക് 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കുന്ന റേഷൻ വിതരണം ആരംഭിക്കുന്നത്. അതേക്കുറിച്ചിട്ടാണ് പറയുന്നത്. അതേക്കുറിച്ചിട്ടാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കൺ ഓൺ ആക്കി. അതായത് കൊറോണയുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ നൽകിയിരുന്ന ഗരീബ് കല്യാൺ അന്ന യോജന എന്ന് പറയുന്ന പദ്ധതി പ്രകാരമുള്ള ഒരു വ്യക്തിക്ക് 5 കിലോ അരി, BPL കാർഡുകാർക്ക് ഒരു വ്യക്തിക്ക് 5 കിലോ അരി ലഭിച്ചിരുന്നു. അത് കഴിഞ്ഞ 3 മാസം ലഭിച്ചിരുന്നു. അടുത്ത 4 മാസത്തേക്ക് കൂടി അത് കേന്ദ്ര സർക്കാർ നീട്ടിയിട്ടുണ്ടായിരുന്നു. അടുത്ത ഒക്ടോബർ വരെ ഈ അരി ലഭിക്കും. അപ്പോൾ ഇപ്പോൾ പുതുതായി നീട്ടി നൽകിയപ്പോൾ ഒരു ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. ആദ്യം ഒരു വ്യക്തിക്ക് 5 കിലോ അരിയായിരുന്നു വിതരണം ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ അത് മാറ്റിയിട്ട് ഒരു വ്യക്തിക്ക് 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും ആക്കിയിട്ടുണ്ട്. അപ്പം അതാണ് നാളെ മുതൽ ലഭിക്കാൻ പോകുന്നത്. അതോടൊപ്പം ഒരു കാർഡിൽ 1 കിലോ പയറോ കടലയോ ലഭിക്കുന്നതാണ്. നാളെ മുതൽ അതിന്റെ വിതരണം ഉണ്ടാവുകയില്ല. അത് റേഷൻ കടകളിൽ എത്തിയിട്ടില്ല. അതിന്റെ വിവരം ലഭിച്ചാൽ ഞാൻ നിങ്ങളെ അറിയിക്കും. ഇനി അതോടൊപ്പം ചേർത്ത് പറയാനുള്ള മറ്റൊരു കാര്യം, APL കാർഡുകാർക്ക് ഒരു 20 കിലോ അരി കിട്ടുന്നുണ്ട്. അത് പുതുതായിട്ടുള്ള പദ്ധതി ഒന്നുമല്ല. ഈ മാസം അവർക്കൊരു സ്പെഷ്യലും ഇല്ല. അത് കഴിഞ്ഞ 2 മാസങ്ങളിൽ സംസ്ഥാന സർക്കാർ നൽകിയിരുന്ന ഒരു സ്പെഷ്യൽ അരി ഉണ്ടായിരുന്നു. 1 കിലോക്ക് 15 രൂപ നിരക്കിൽ 10 കിലോ അരിയായിരുന്നു നൽകിയിരുന്നത്. അത് കഴിഞ്ഞ 2 മാസം വാങ്ങാത്തവർക്ക് ഈ മാസം അത് ഒരുമിച്ച് 20 കിലോ ആയിട്ട് വാങ്ങാനുള്ള ഒരു അവസരമുണ്ട്. അതാണ് APL കാർഡുകാർക്കുള്ള 20 കിലോ സ്പെഷ്യൽ എന്ന് പറഞ്ഞത്. നാളെ മുതൽ വിതരണം ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ വിവരം നിങ്ങളെ സന്തോഷപൂർവ്വം അറിയിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു. കൂടുതലൊന്നും പറയുന്നില്ല. എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൺ ആക്കി വെക്കുക. ഈ വീഡിയോ പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.